പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ബ്യൂട്ടി ഒക്കെ കാണുന്നുണ്ടല്ലോ, അപ്പോൾ ഇത്തിരി ഒന്ന് ബ്യൂട്ടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, സാൻവി മോളുടെ മുടി വെട്ടാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്, അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പോയിട്ടുള്ളത് സെൽവ ബ്യൂട്ടി ഹബിലാണ്. വടകരയാണ് ഇത്. കറക്റ്റ് പ്ലേസ് പറയുകയാണെങ്കിൽ വടകര ക്രിസ്ത്യൻ പള്ളിയുടെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ബേക്കറി ഉണ്ട്, അതിൻ്റെ മുകളിലായിട്ട് വരും. ഇവർ നേപ്പാളീസ് എങ്ങാനെന്ന് തോന്നുന്നു. ഇവരുടെ ലാംഗ്വേജ് എനിക്ക് മനസ്സിലായിട്ടില്ല, പക്ഷെ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഞാൻ എൻ്റെ മുടി വെട്ടാൻ ഒരിക്കൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവരുടെ സർവീസ് കണ്ട് എനിക്ക് നല്ലോണം ഇഷ്ടമായി. അതിനുശേഷം ഞാൻ മുടി വെട്ടാനും മുടിയൊന്ന് ചെയ്യാനൊക്കെ ഇവരുടെ അടുത്താണ് പോകാറുള്ളത്. അപ്പോൾ നല്ലൊരു സർവീസാണ്. ഇദ്ദേഹം ടോണിയൻ ഗൈയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സാൻവിൻ്റെ മുടി അധികമൊന്നും വെട്ടുന്നില്ല, ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യണം. മുന്നിലത്തെ മുടി കണ്ണിൽ കുത്തിയിട്ട് കണ്ണൊന്നും കാണുന്നില്ല, അതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷേ സാൻവിക്ക് 1% പോലും ഇഷ്ടമില്ലാണ്ട് ആണ് ഈ മുടി വെട്ടാൻ പോയിട്ടുള്ളത്. അത് സാൻവിൻ്റെ ഫേസിലുണ്ട്. എൻ്റെ നിർബന്ധത്തിനാണ് ഇങ്ങനെ മുടി വെട്ടുന്നത്. ബാക്കിൽ വളഞ്ഞ് നിന്നിട്ടാണുള്ളത് മുടി, അതുകൊണ്ടൊന്ന് ഷേപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇരിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട് ബാക്കിൽ മുടി വെട്ടരുത്, ബാക്കിൽ മുടി വെട്ടരുത്. പക്ഷെ ഞാൻ ബാക്കിൽ മുടി വെട്ടാൻ പറഞ്ഞു. അങ്ങനെ ബാക്കിലൊക്കെ മുടി വെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക അവരെങ്ങനെയാണിത് ചെയ്യുന്നതെന്നുള്ളത്. സാൻവി മുടി കയ്യിലെടുത്ത് നോക്കുന്നുണ്ട്, എൻ്റെ മുടി എത്രത്തോളം കുറയുന്നുണ്ട് എന്നുള്ളത്. പാവ അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി. പക്ഷേ മുടിയല്ലേ, വളർന്നോളും. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മുടി നീട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആളുടെ ഫേസൊക്കെ മാറി, കാരണം മുടി കുറച്ച് ലെങ്ത്ത് കുറച്ചപ്പോൾ തന്നെ ആൾ ഒരു ചെറിയൊരു വിഷമത്തോടെയാണുള്ളത് മുഖമൊക്കെ. പിന്നെ ഒരു ഫോട്ടോ എടുക്കാനൊന്നും എൻ്റെ അടുത്ത് നിന്ന് തന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് അവർ ചെയ്തത്. അപ്പോൾ മുടി ഇങ്ങനെ വെട്ടിയതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായത്. സാൻവിക്ക് കുറച്ച് നീട്ടുന്നതാണ് ഇഷ്ടം. അതെല്ലാ ചെറിയ കുട്ടികൾക്കും അങ്ങനെ തന്നെയാണല്ലോ. ചെറുപ്പത്തിൽ നമ്മൾ വിചാരിക്കും കുറേ മുടി വേണമെന്ന്, വലുതായാലും വിചാരിക്കും ഷോർട്ട് മുടിയാണ് ഡ്രസ്സുകളിലെന്ന്. അപ്പോൾ അതൊക്കെ ഒരു കാലം. അപ്പോൾ സാൻവി ഇപ്പോൾ അങ്ങനെ വിചാരിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ മുടിയൊക്കെ വെട്ടി പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങിക്കൊടുത്തിട്ടാണ് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ്. അപ്പോൾ ഇവരുടെ സർവീസിനെ കൊണ്ട് പറയുകയാണെങ്കിൽ നല്ല സർവീസാണ്. നല്ല സൂപ്പറായിട്ട് മുടിയൊക്കെ വെട്ടി നല്ല നീറ്റായിട്ട് സെറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയേ ഉള്ളൂ. നിങ്ങളുടെ വീഡിയോസ് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ശരി, ഇനിയും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. സാൻവിയുടെ വിഷമമൊക്കെ മാറട്ടെ. അപ്പോൾ ശരി, ഓക്കേ.